നമസ്കാരം. പ്രധാന വാർത്തകൾ. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്കിലെ തട്ടിപ്പ്. നീതി ലഭിക്കാഞ്ഞതിൽ പ്രതിഷേധിച്ചും നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടും നിക്ഷേപകർ മാർച്ചും ധർണയും നടത്തി. ദേവസ്വം ബോർഡ്, ബിവറേജസ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തു. രണ്ടുപേരെ മാവേലിക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കായംകുളം നഗരം നിരീക്ഷണത്തിലേക്ക്. ആധുനിക CCTV ക്യാമറകൾ സ്ഥാപിച്ച് പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നു. തെക്കേക്കര, ചുനക്കര ഗ്രാമപഞ്ചായത്തുകളിലെ കുറുക്കന്റെ ആക്രമണം. വനപാലകരുടെ സഹായം തേടിയെന്ന് തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്ന 6 വർഷങ്ങൾ പിന്നിട്ടിട്ടും നീതി ലഭിക്കാഞ്ഞതിൽ പ്രതിഷേധിച്ചും നിഷ്ക്രിയമായ ബാങ്കിന്റെ നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിയമിക്കണമെന്നാവശ്യപ്പെട്ടും നിക്ഷേപകർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. താലൂക്ക് സഹകരണ ബാങ്കിലെ 10 ശാഖകളിലെയും നിക്ഷേപക പ്രതിനിധികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്ന് 6 വർഷം പിന്നിട്ടിട്ടും നീതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചും നിഷ്ക്രിയമായ ബാങ്കിന്റെ നിലവിലെ ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടും നിക്ഷേപകർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. താലൂക്ക് സഹകരണ ബാങ്കിലെ 10 ശാഖകളിലെയും നിക്ഷേപ പ്രതിനിധികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം നടന്നത്. നിക്ഷേപ കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കേറ്റ് M. വിനയൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇതാ നമ്മുടെ അപ്പുറത്ത് മൈക്ക് വെച്ച് ഫുഡ് ആൻഡ് സർവീസ് സപ്ലൈസ് നടത്തുന്നു. അവരും പറയുന്നു, നിങ്ങൾ ചതിക്കപ്പെടരുത്. ഭക്ഷണം മേടിക്കുമ്പോൾ, ഭക്ഷണ സാമഗ്രികൾ മേടിക്കുമ്പോൾ അതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് വേണ്ടി മാത്രമാണ് അവർ ഓർഡർ നടത്തുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചപ്പോൾ അതൊന്നും അല്ല പ്രശ്നം. കഷ്ടപ്പെട്ട് രാപകൽ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വിശ്വാസത്തിന്റെ പുറത്ത് ആ ബാങ്കിൽ കൊണ്ടിട്ടു എന്നുള്ളതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1955 ജൂലൈ 1-നാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. 1897 ലാഹോറിൽ. നമ്മുടെ ഈ ബാങ്ക് തുടങ്ങുന്നത് 1925-ലാണ്. വേണ്ട 97 വർഷത്തോളം ആവുകയാണ്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാകുന്നതിനും ദശാബ്ദങ്ങൾക്ക് മുമ്പ് രൂപീകൃതമാണ് മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക്. ഒരുപക്ഷെ ഒരു 10-20 വർഷം മുമ്പ് വരെ ആ വിശ്വാസത്തിന്റെ പുറത്ത് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ബാങ്കാണ്. നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ ഒരാൾ എന്നെ തല്ലിയാൽ എനിക്ക് ഒരു വിരോധവുമില്ല, എന്നെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചാലും വിരോധമില്ല. പെട്ടെന്നുണ്ടാവുന്ന ക്ഷോഭത്തിന്റെ പുറത്ത് നിങ്ങൾ എന്നെ ചെയ്തെന്ന് വരാം. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നവർ, നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മളെ ഒരു കൈത്താങ്ങായിട്ട് നിൽക്കുമെന്ന് കരുതുന്നവർ നമ്മളെ വഞ്ചിക്കുമ്പോൾ ഒരിക്കലും അവരോട് പൊറുക്കാൻ പറ്റില്ല. കുറ്റാരോപിതരുടെ പേരിൽ 2020 സഹകരണ വകുപ്പ് റവന്യൂ റിക്കവറി ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിലും നാളിതുവരെ അത് നടപ്പാക്കിയിട്ടില്ല എന്ന് വിനയൻ പറഞ്ഞു. ഇതിൽ സഹകരണ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും പങ്ക് വ്യക്തമാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിക്ഷേപ കൂട്ടായ്മ കൺവീനർ B. ജയകുമാർ അധ്യക്ഷത വഹിച്ചു. BG. രവീന്ദ്രൻ, പ്രൊഫസർ സദാശിവൻ പിള്ള, TK. പ്രഭാകരൻ പിള്ള, രമ രാജൻ, മധുബാല, KC. ചെറിയാൻ, സൈമൺ എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായില്ല എങ്കിൽ ബാങ്കിന്റെ 10 ശാഖകളുടെയും പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന തരത്തിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും സമാന തട്ടിപ്പ് നടന്ന ഇതര സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകരെ സഹായിക്കാൻ സർക്കാർ വിവിധ സ്കീമുകളിൽ പണം അനുവദിച്ചുവെന്നും എന്നാൽ ആദ്യഘട്ടത്തിൽ തട്ടിപ്പിനിരയായ മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്കിലെ നിക്ഷേപകരെ സഹായിക്കാൻ ആരുമുണ്ടാകാത്തത് ഇരട്ട നീതിയാണെന്നും നിക്ഷേപകർ പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.
കായംകുളം നഗരസഭ ടെർമിനൽ ബസ് സ്റ്റാൻഡിൽ വാഹന പാർക്കിംഗ് ഫീസ് പിരിച്ചെടുക്കുവാൻ കരാറു ലഭിച്ച വ്യക്തി ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം മൊത്തത്തിൽ കയ്യേറി പാർക്കിംഗ് നടത്തുകയാണെന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ചെയർപേഴ്സന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ പറഞ്ഞു. കായംകുളം നഗരസഭ ടെർമിനൽ ബസ് സ്റ്റേഷനിൽ വാഹന പാർക്കിംഗ് ഫീസ് പിരിച്ചെടുക്കാൻ കരാറ് ലഭിച്ച വ്യക്തി ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം മൊത്തത്തിൽ കയ്യേറി പാർക്കിംഗ് നടത്തുകയാണെന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. ഇതുമൂലം ബസ് സ്റ്റേഷനിലേക്ക് വരുന്ന ബസ്സുകൾക്ക് തിരിച്ചു പോകാൻ സ്ഥലമില്ലാത്തതിനാൽ പല ബസ്സുകളും സ്റ്റാൻഡിൽ കയറാതെ പോകുകയാണ്. ടെർമിനൽ ബസ് സ്റ്റേഷന്റെ വടക്കുവശം ഉപയോഗശൂന്യമായ സ്ഥലമാണ് കരാറുകാരന് വാഹന പാർക്കിങ്ങിന് നഗരസഭ വിട്ടു നൽകിയത്. എന്നാൽ സ്റ്റാൻഡിന്റെ മധ്യഭാഗവും യാർഡിനായി കോൺക്രീറ്റ് ചെയ്ത ഭാഗവും കരാറുകാരൻ കൈയടക്കി ഷെഡ് നിർമ്മിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്തു വരികയാണെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സന് കത്ത് നൽകിയിട്ടുണ്ടെന്നും UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ പറഞ്ഞു. കായംകുളം നഗരസഭയുടെ ടെർമിനൽ ബസ് സ്റ്റാൻഡ് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തതിനു വേണ്ടി കൊടുത്തിട്ടുള്ള കരാറുകാരൻ ആ ഗ്രൗണ്ട് മുഴുവൻ കയ്യേറി ബസ് സ്റ്റാൻഡിൽ വന്ന് തിരിയേണ്ട ബസ്സുകൾ, തിരിച്ചു പോകേണ്ട ബസ്സുകൾക്ക് തിരിയാൻ പോലും കഴിയാത്ത വിധം ഏതാണ്ട് 10-30 കാറുകളും 150 മോട്ടോർ സൈക്കിളും നിരത്തി വെച്ചുകൊണ്ട് അവിടെ കൈയടക്കി വാഴുകയാണ്. ഇതിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സണും ബന്ധപ്പെട്ട ഭരണാധികാരികൾക്കും പരാതി നൽകിയെങ്കിലും ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ ആരും തയ്യാറായിട്ടില്ല. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ അവിടത്തേക്ക് വരുന്ന ബസ്സുകൾ, ട്രാൻസ്പോർട്ടായാലും പ്രൈവറ്റ് ആയാലും താൽക്കാലികമായി സർവീസ് അവസാനിപ്പിക്കുമെന്നാണ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അതുമാത്രവുമല്ല, അവിടെ നഗരസഭയുടെ സർക്കാർ ഫണ്ടിൽ നിന്നും നഗരസഭയ്ക്ക് അനുവദിച്ച ഒരു ടോയ്ലറ്റ്, ആ ടോയ്ലറ്റ് ലേലം കൈക്കൊണ്ടിരിക്കുന്നയാൾ ആ ടോയ്ലറ്റ് ദുർവിനിയോഗം ചെയ്ത് അവിടെ മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം ടേക്ക് എ ബ്രേക്ക് എന്ന സംവിധാനത്തിലാണ് ഗവൺമെൻറ് അത് തന്നത്. ഏതാണ്ട് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആ ടോയ്ലറ്റ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ഉത്തരവാദിത്വമില്ലാതെ കരാറുകാർ അതിനെ ദുർവിനിയോഗം ചെയ്ത് അവിടെ മറ്റു പല അസാൻമാർഗിക നടപടികളും നടക്കുന്നതായി ജനങ്ങൾ പരാതിപ്പെടുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട ഭരണാധികാരികൾക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ടെർമിനൽ ബസ് സ്റ്റേഷന്റെ കൈവരി മുറിച്ച് സ്വകാര്യ വ്യക്തിക്ക് വഴി നൽകാൻ കൗൺസിൽ തീരുമാനമില്ലാതെ നഗരസഭാ സെക്രട്ടറി കായംകുളം കോടതിയിൽ കോംപ്രമൈസ് പെറ്റീഷൻ നൽകിയ സംഭവത്തിൽ സർക്കാർ തല അന്വേഷണം ആവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്നും UDF നേതാക്കളായ CS ഭാഷ, AP ഷാജഹാൻ, ബിജു നസ്രുള്ള എന്നിവർ പറഞ്ഞു. കായംകുളം നഗരസഭയുടെ സ്ഥലങ്ങൾ ഇന്ന് പല സ്വകാര്യ വ്യക്തികളും കയ്യേറിക്കൊണ്ടിരിക്കും. നഗരസഭയിൽ UDFന്റെ കൗൺസിലർമാർ പലതവണ നഗരസഭാ ചെയർപേഴ്സൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരുമ്പം വളരെ ലാഘവത്തോടെയാണ് ഇതിനെല്ലാം കാണും. ഈ ഓണം പ്രമാണിച്ച് കായംകുളം പട്ടണത്തിൽ കൂടെ ഒരു യാത്രക്കാരന് പോലും നേരെ ചൊവ്വേ സ്വതന്ത്രമായി യാത്ര ചെയ്ത് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. എല്ലാ പട്ടണത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ മുഴുവൻ കയ്യേറിയിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളെ കൊണ്ട് കച്ചവടം ചെയ്യിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കായംകുളം പട്ടണത്തിലെ പല സ്ഥലങ്ങളും കയ്യേറി വിവിധ ആളുകളെ കൊണ്ട് പല രീതിയിലുള്ള കച്ചവടങ്ങൾ ചെയ്യിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ പിന്നിൽ ചില ഏജൻസികൾ കൈപ്പറ്റുന്നതെന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു. ആ വിവരത്തിനും ഞങ്ങൾ ചെയർപേഴ്സൻ്റെ അടുത്തും അതുപോലെ മുനിസിപ്പൽ സെക്രട്ടറിയുടെ അടുത്ത് അടക്കം ഞങ്ങൾ പലതവണ ഇതിനുള്ള പരാതികൾ കൊടുത്തതാണ്. ഈ പരാതികളൊക്കെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഈ കായംകുളം പട്ടണത്തിൻ്റെ വിവിധ മേഖലകളിൽ അനധികൃത നിർമ്മാണം പലതും ശ്രദ്ധയിൽപ്പെടുത്തി. ലക്ഷക്കണക്കിന് രൂപ നഗരസഭയ്ക്ക് കിട്ടേണ്ട തനത് ഫണ്ട് എന്നേക്കുമായി ഇല്ലാതാക്കുന്ന രീതിയിൽ എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ചുകൊണ്ട് ഈ അനധികൃത നിർമ്മാണങ്ങൾക്കെല്ലാം നഗരസഭയിലെ അധികാരികൾ കൂട്ടുനിൽക്കുകയാണ്. ദേവസ്വം ബോർഡ്, ബിവറേജസ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ക്ലർക്ക്, അറ്റൻഡർ, പ്യൂൺ തസ്തികയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പ്രതികളെ മാവേലിക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണമംഗലം കടവൂർ പത്മാലയം വീട്ടിൽ P രാജേഷ്, കണ്ണമംഗലം പേള അരുൺ V എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കായംകുളം എരിവ സ്വദേശിയിൽ നിന്നും 3.25 ലക്ഷം രൂപ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. ദേവസ്വം ബോർഡ്, ബിവറേജസ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ക്ലാർക്ക്, അറ്റൻഡർ, പ്യൂൺ തസ്തികകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പ്രതികളെ മാവേലിക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണമംഗലം കടവൂർ പത്മാലയം വീട്ടിൽ P രാജേഷ്, കണ്ണമംഗലം പള്ളിയമ്പിൽ വീട്ടിൽ അരുൺ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്.
തട്ടിപ്പ് സംഘത്തിലെ പ്രധാന പ്രതി കണ്ണമംഗലം കടവൂർ കല്ലിട്ടക്കടവിൽ വിനീഷ് രാജൻ എന്നയാൾ ആലപ്പുഴ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെന്ന് പോലീസ് അറിയിച്ചു. വൈക്കം ക്ഷേത്ര കലാപീഠം എന്ന സ്ഥാപനത്തിൽ ക്ലാർക്ക് തസ്തികയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കായംകുളം എരുവ സ്വദേശിയിൽ നിന്നും 3.25 ലക്ഷം രൂപ കൈപ്പറ്റിയ സംഘം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വ്യാജ ലെറ്റർ പാഡിൽ വ്യാജ സീൽ പതിച്ച് നിയമന ഉത്തരവുകൾ അയച്ചു നൽകുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. നിയമന ഉത്തരവുമായി വൈക്കം ക്ഷേത്ര കലാപീഠത്തിലെത്തിയ എരുവ സ്വദേശിയിൽ നിന്നും രേഖകൾ വാങ്ങി പരിശോധിച്ച ദേവസ്വം അധികൃതർ അവ വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞ് അന്വേഷണം നടത്തി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ജെ ജയദേവിന് വിവരം നൽകി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയായിരുന്നു. ചെങ്ങന്നൂർ ഡിവൈഎസ്പി ജോസിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി വെളിപ്പെട്ടത്. പ്രതികൾ മാവേലിക്കര, ചെട്ടുകുളങ്ങര, പെരിങ്ങാല, മാന്നാർ, വള്ളികുന്നം എന്നിവിടങ്ങളിലായി നിരവധി പേരെ ദേവസ്വം ബോർഡിന്റെ വിവിധ സ്ഥാപനങ്ങളിലും ബിവറേജസ് കോർപ്പറേഷനിലും ജോലി നൽകാമെന്ന് പറഞ്ഞ് 1 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ടുണ്ടെന്നും വ്യാജ നിയമന ഉത്തരവുകൾ നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും തെളിഞ്ഞിരിക്കുന്നതായി പോലീസ് പറഞ്ഞു. പ്രതികൾ പണം കൈപ്പറ്റി നൽകിയ മുദ്രപത്രങ്ങളും ചെക്കുകളും വ്യാജ നിയമന ഉത്തരവുകളും കണ്ടെടുത്തിട്ടുണ്ട്. പരിശോധനയിൽ മുഖ്യപ്രതി വിനീഷ് രാജന്റെ കടവൂർ കുളത്തിനടുത്തുള്ള താവളത്തിൽ നിന്നും ഇയാൾ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 1 എന്ന നിലയിലുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡും വിവിധ വ്യാജരേഖകളും 13 കുപ്പി വിദേശ മദ്യവും പിടിച്ചെടുത്തു. വ്യാജ തിരിച്ചറിയൽ കാർഡ് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി തുടരന്വേഷണത്തിനുള്ള നടപടി സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. 11ാം പെൻഷൻ പരിഷ്കരണ ആനുകൂല്യം അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഒന്നാംകുറ്റിയിലെ ഓണാട്ടുകര കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം PV ഗോവിന്ദപിള്ള ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം ഒന്നാംകുറ്റി ഓണാട്ടുകര കാർഷിക വികസന ഗവേഷണ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കാർഷിക, വെറ്റിനറി, കൽപ്പിത സർവകലാശാലകൾ, കലാമണ്ഡലം, ഖാദി ബോർഡ്, ലൈബ്രറി കൗൺസിൽ, ജലവിഭവ വകുപ്പ്, വിവിധ തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർക്ക് 11ാം പെൻഷൻ പരിഷ്കരണ ആനുകൂല്യം അടിയന്തരമായി നൽകുക തുടങ്ങിയതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത്. കായംകുളം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ സമരം KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം PV ഗോവിന്ദപിള്ള ഉദ്ഘാടനം ചെയ്തു. 2019 ജൂലൈ 1 പ്രാബല്യത്തിൽ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചു, പെൻഷൻകാരുടെ പെൻഷനും പരിഷ്കരിച്ചു. എങ്കിലും ഇന്നും അത് നടപ്പാക്കാത്ത ഒത്തിരി വിഭാഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കേരള സർവീസ് റൂൾസ് ബാധകമാണെങ്കിലും അത്തരക്കാരുടെ ശമ്പളം പരിഷ്കരിച്ച് അതിനനുസരിച്ച് പെൻഷൻ പരിഷ്കരിച്ച് നൽകാത്ത ഒത്തിരി വിഭാഗം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പരിഷ്കരിച്ചെങ്കിലും ആ പരിഷ്കരണത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും അനുവദിക്കാത്ത വിഭാഗങ്ങളും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആ വിഭാഗങ്ങളുടെ എല്ലാ പരാതികൾ പരിഗണിച്ചുകൊണ്ടാണ് ശമ്പളം പരിഷ്കരിക്കുക, അതിനനുസരിച്ച് പെൻഷൻ പരിഷ്കരിക്കുക, പെൻഷൻ പരിഷ്കരിക്കാത്ത വിഭാഗങ്ങൾക്ക് പെൻഷൻ പരിഷ്കരിച്ച് കുടിശ്ശിക സഹിതം കൊടുക്കുക എന്നുള്ളത്. സർവീസ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ പരിഷ്കരിച്ചു, കുടിശ്ശിക കൊടുക്കുന്നതിന് ഉത്തരവായി 2 ഗഡു കൊടുത്തു. ബാക്കി 2 ഗഡു എന്ന് കൊടുക്കുമെന്ന് നിശ്ചയമില്ലാത്ത സ്ഥിതിയിൽ കൂടെ കടന്നുപോവുകയാണ്. 2022-23 23-24 കുടിശ്ശിക കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് എന്ന് കൊടുക്കുമെന്ന് നിശ്ചയമില്ല. അതുടനെ കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുണ്ടായിരുന്ന DRന്റെ കുടിശ്ശിക അതും ഇപ്പറഞ്ഞ പ്രകാരമാണ്. അതും പെൻഷൻകാർക്ക് കൊടുക്കണം. എന്താണ് ഇത് പെൻഷൻകാർക്ക് കൊടുക്കണമെന്ന് അടിയന്തരമായി ആവശ്യപ്പെടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാനും എന്നെപ്പോലെ അതിനപ്പുറത്തും കടന്നു നയിക്കുന്നവരാണ്. ജില്ലാ പ്രസിഡന്റ് N. സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സോമനാഥപിള്ള സ്വാഗതം പറഞ്ഞു. പൊടിയൻ കണ്ടലൂർ നന്ദി രേഖപ്പെടുത്തി. CDNet ന്യൂസ്, കായംകുളം. കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റിനായി ആദ്യ സംഭാവന സ്വീകരിച്ചു. കായംകുളം സബ് രജിസ്ട്രാർ S. ഷെരീഫിൽ നിന്നും ട്രസ്റ്റ് ചെയർമാൻ B. സോമശേഖരൻ തുക ഏറ്റുവാങ്ങി.
കായംകുളം നിയോജക മണ്ഡലം കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റിനു വേണ്ടി ആദ്യ സംഭാവന കായംകുളം സബ് രജിസ്ട്രാർ എസ് ഷെരീഫിൽ നിന്നും ട്രസ്റ്റ് ചെയർമാൻ ബി സോമശേഖരൻ ഉണ്ണിത്താൻ ഏറ്റുവാങ്ങി. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ സമ്പന്നരാണെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. എന്നാൽ എൻ്റെ യാഥാർത്ഥ്യം അതൊന്നുമല്ല. പലരും പട്ടിണിയും പരുവട്ടവും ദാരിദ്ര്യമായിട്ട് കഴിയും. വിശേഷം അസുഖങ്ങൾ പടിയിടുന്ന ഈ പ്രായമായ കാലത്ത് വളരെയധികം ക്ലേശങ്ങളും ദാരിദ്ര്യങ്ങളും അനുഭവിച്ചാണ് പലരും മുന്നോട്ട് പോകുന്നത്. ആ യാഥാർത്ഥ്യം പുറം ലോകം എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നറിയത്തില്ല. പക്ഷേ പെൻഷൻകാരെന്നുള്ള നിലയിൽ പെൻഷൻകാർക്കിടയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയാവുന്ന ഒരു കൂട്ടരാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്രകാരം ഒരു വെൽഫെയർ ചാരിറ്റബിൾ അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയത്. ആ ട്രസ്റ്റ് നമ്മൾ അംഗങ്ങളാണ് ആദ്യമായിട്ട് അതിന് വേണ്ട ഫണ്ട് സമാഹരണം എന്നുള്ള രീതിയിൽ നമ്മൾ അംഗങ്ങളാണ് ഇതിനു വേണ്ടിയുള്ള ഫണ്ട് സംഭാവന ചെയ്തത്. ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് പുറത്തു നിന്നൊരാൾ നമ്മൾക്ക് ഇതിനൊരു സംഭാവന തരുന്നത്. ഇതൊരു നല്ല തുടക്കമാകട്ടെ, അദ്ദേഹത്തിൻ്റെ കൈകൾ പൊലിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം പറയാനുള്ള, അദ്ദേഹം നാളെ നമ്മളോടൊപ്പം വരേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനവും ഇക്കാര്യത്തിൽ നമുക്കൊരു വലിയ മുതൽക്കൂട്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിനോട് ഉള്ള ഈ ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും. ട്രസ്റ്റ് ചെയർമാൻ ബി സോമശേഖരൻ ഉണ്ണിത്താന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ എ മുഹമ്മദ് ഷെരീഫ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KG മോഹനൻ പിള്ള, നിയോജക മണ്ഡലം സെക്രട്ടറി M അബ്ദുൽ ഹക്ക്, ട്രസ്റ്റിന്റെ കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ സുരേഷ് ആമ്പക്കാട്, എർവിൻ ഫെർണാണ്ടസ്, A സലീം മഠത്തിൽ, മുഹമ്മദ് കുഞ്ഞ്, G തുളസീധരൻ, P കൃഷ്ണകുമാർ, ജബ്ബാർ ചീരാമത്ത് എന്നിവർ പങ്കെടുത്തു. പെൻഷനേഴ്സ് അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ കായംകുളം മണ്ഡലത്തിലെ പെൻഷൻകാർക്ക് വേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ള ഒരു ട്രസ്റ്റാണ്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് കായംകുളം മണ്ഡലത്തിലെ പെൻഷൻകാർക്ക് ഒരു സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. നിരവധി പെൻഷൻകാർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൻഷൻകാർ കായംകുളം മണ്ഡലത്തിലുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു സംരംഭത്തിനാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത്. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ റിട്ടയർഡ് DYSP B സോമശേഖരൻ ഉണ്ണിത്താൻ സാറാണ്. കായംകുളം. രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്ര വിജയിപ്പിക്കുന്നതിനായി കായംകുളത്ത് സ്വാഗത സംഘം രൂപീകരിച്ചു. DCC പ്രസിഡന്റ് B ബാബു പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സമീർ അധ്യക്ഷത വഹിച്ചു. രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്ര വിജയിപ്പിക്കുന്നതിനായി കായംകുളത്ത് സ്വാഗത സംഘം രൂപീകരിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് E സമീർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ A ഷുക്കൂർ, MJ ജോബ്, അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, കോശി M കോശി, അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം, അഡ്വക്കേറ്റ് ത്രിവിക്രമൻ തമ്പി, N രവി, AJ ഷാജഹാൻ, K രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് U മുഹമ്മദ്, S രാജേന്ദ്രൻ, K പുഷ്പദാസ്, AP ഷാജഹാൻ, രാജൻ ചെങ്കിളിൽ, ജോൺ K മാത്യു, അലക്സ് മാത്യു, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ, വിജയ് മോഹൻ, അവിനാശ് ഗംഗൻ, ഗായത്രി തമ്പാൻ, CA സാദിഖ്, ഹസൻ കനി, അഡ്വക്കേറ്റ് വേലായുധൻ പിള്ള, അഡ്വക്കേറ്റ് രാജഗോപാൽ, ചേലക്കാട് രാധാകൃഷ്ണൻ, ബിധു രാഘവൻ, നിതിൻ പുതിയിടം, പ്രസന്നകുമാരി, അരിത ബാബു, ചന്ദ്ര ഗോപിനാഥ്, KK നൌഷാദ്, CS ബാഷ, AM കബീർ, സൈനൽ അബ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ആ സ്വാഗത സംഘങ്ങളുടെ പ്രവർത്തനം ഭവന സന്ദർശനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഓരോ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളെയും ഭവനങ്ങളിലേക്ക് എത്തിച്ച് അവരെ ഈ യാത്രയിലേക്ക് പങ്കെടുക്കാൻ അവരെ ക്ഷണിച്ചു കൊണ്ടുവരണം. ഒരു ഭഗീരഥ പ്രവർത്തനം നമുക്കിതിന്റെ പിന്നിലുണ്ട്. ചിട്ടയായ പ്രവർത്തനം ഇതിന്റെ പിന്നിലുണ്ട്. സമയബന്ധിതമായ ഒരു പ്രവർത്തനം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇങ്ങനെയായാൽ അതെങ്ങനെയാകും എന്ന സംശയം എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും നമുക്കിങ്ങനെ പോയാൽ പോരാ. ശക്തമായി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കണം. 7413 കിലോമീറ്റർ നമ്മുടെ നേതാവ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോവുകയാണ്. പദയാത്രയായി പോവുകയാണ്. അത് 3417 കിലോമീറ്റർ നടക്കാൻ പോവുകയാണ്. അതിൽ 151 ദിവസമാണ്.
നമ്മുടെ ജില്ലയിൽ 4 ദിവസമാണ്, നമ്മുടെ സംസ്ഥാനത്ത് 19 ദിവസമാണ്. നോക്കൂ എത്ര ചിട്ടയായി നമ്മൾ ആ കാര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകാനാണ്. നമ്മൾ ഈ യാത്രയെ കുറിച്ച് ഒരു സംശയം വേണ്ട. നമ്മൾ വരും തലമുറ പഠിക്കാൻ പോവുകയാണ് ചരിത്രത്തിൽ. ഇത് ചരിത്രത്തിന്റെ ഭാഗമാകുന്ന ഒരു ഉജ്ജ്വലമായ പദയാത്രയായി നാളുകളിൽ മാറും. ഇമ്പിച്ചി ബാവ ഭവന നിർമ്മാണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകുന്ന ധനസഹായത്തിന് അപേക്ഷിക്കാം. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപെടുത്തിയവർ, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവർക്ക് അപേക്ഷിക്കാം. വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഒരു വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് 50,000 രൂപ ലഭിക്കും. നിശ്ചിത ഫോറത്തിലാണ് അപേക്ഷിക്കേണ്ടത്. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം കളക്ട്രേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ വിഭാഗത്തിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ, ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ, ജില്ലാ കളക്ട്രേറ്റ് എന്ന വിലാസത്തിലോ നൽകണം. അവസാന തീയതി ഓഗസ്റ്റ് 30. കായംകുളം നഗരത്തിൽ ആധുനിക CCTV ക്യാമറകൾ സ്ഥാപിച്ച് കായംകുളം പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമുമായി ബന്ധിപ്പിച്ച നിരീക്ഷണം ശക്തമാക്കുന്നു. പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കായംകുളം ഡിവൈഎസ്പിയുടെ അധ്യക്ഷതയിൽ യോഗം നടത്തി. കായംകുളം നഗരത്തിൽ ആധുനിക CCTV ക്യാമറകൾ സ്ഥാപിച്ച് കായംകുളം പോലീസ് സ്റ്റേഷനിലുള്ള കൺട്രോൾ റൂമുമായി ബന്ധിപ്പിച്ച് നിരീക്ഷണം ശക്തമാക്കുന്നു. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മോഷണം, പിടിച്ചുപറി, മറ്റ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ തടയുന്നതിന് വേണ്ടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. നഗരസഭ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി, ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിവിധയിടങ്ങളിലും താലൂക്ക് ആശുപത്രിയിലും സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ വൈഫൈ വഴിയും കേബിൾ വഴിയും പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമുമായി ബന്ധിപ്പിച്ച് 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്നതിനാണ് പദ്ധതി. കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനും കേടായ CCTV ക്യാമറകൾ നന്നാക്കുന്നതിനും ഇത് സംബന്ധിച്ച യോഗത്തിൽ തീരുമാനമെടുത്തു. കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എഫക്റ്റീവായിട്ട് അവ കണ്ടുപിടിക്കുന്നതിനും പ്രതികളിലേക്ക് എത്തുന്നതിനും സഹായിക്കുന്നതാണ് നമ്മുടെ CCTV ക്യാമറകൾ. CCTV ക്യാമറകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ആവശ്യത്തിന് ഇല്ല. പലപ്പോഴും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളവ വളരെ ലോ ഡെഫിനിഷനുള്ള ക്യാമറകളായിരിക്കുകയും അല്ലെങ്കിൽ റെക്കോർഡിംഗ് വളരെ കുറവുള്ള അല്ലെങ്കിൽ അതിൻ്റെ പീരീഡ് കുറവുള്ള ടൈപ്പ് ഹാർഡ് ഡിസ്കുകളായിരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് പ്രതികളിലേക്ക് അല്പ ദിവസത്തിനുള്ളിൽ തന്നെ അത് കളക്ട് ചെയ്തില്ലെങ്കിൽ എത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇതിനെയൊക്കെ തരണം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് 1000 ഐ പ്രൊജക്റ്റ് എന്നൊരു പദ്ധതി ബഹുമാനപ്പെട്ട എറണാകുളം റേഞ്ച് DIG അവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കായംകുളത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ, മർച്ചൻ്റ് ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷനുകൾ, പിന്നെ ജനപ്രതിനിധികൾ, പിന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ അവരുടെ സഹകരണത്തോടുകൂടി കൂടുതൽ ഹൈ ക്വാളിറ്റിയുള്ള ക്യാമറകൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ അവരുടേതായിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി, ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടാക്കി, അതിലൂടെ അവരുടെ സഹകരണത്തോടുകൂടി അതിൻ്റെ പണം ആ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് അവരുടെ സഹകരണത്തോടുകൂടി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും, അത് സാധാരണ ക്യാമറകൾ സ്ഥാപിച്ചാൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഉപയോഗശൂന്യമായി പോകും. പിന്നെ അതിൻ്റെ റിപ്പയർ നടക്കില്ല, മെയിൻ്റനൻസ് നടക്കില്ല, അത് പിന്നെ ഉപയോഗമില്ലാതായി പോകും. അങ്ങനെ വരാതെ സ്ഥിരമായിട്ട് ഉപയോഗത്തിലിരിക്കാൻ വേണ്ടിയിട്ടും ഒരു കമ്മിറ്റി കായംകുളം പോലെ ടൗൺ പരിധിയിലുള്ള ഈ റെസിഡൻസ് അസോസിയേഷൻ്റെയും മറ്റും ഒരു മീറ്റിംഗ് വിളിച്ച് നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഈ ക്യാമറകൾ ഇപ്പോൾ പല വ്യാപാര സ്ഥാപനങ്ങളിലും പള്ളികളിലും മറ്റും ക്യാമറകളുണ്ട്. പക്ഷേ അവയുടെ ഒന്നും ഒരു വിഷ്വൽ പോലീസ് സ്റ്റേഷനിൽ കിട്ടത്തക്ക രീതിയിലില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കമാൻഡ് കൺട്രോൾ സ്ഥാപിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. കായംകുളം ഡിവൈഎസ്പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ CI മുഹമ്മദ് ഷാഫി CCTV ക്യാമറകൾ സ്റ്റേഷനിലെ കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കുന്നതിന്റെ പ്രയോജനവും രീതികളും വിശദീകരിച്ചു. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ, വിവിധ റെസിഡന്റ് അസോസിയേഷൻ എന്നിവയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. യോഗത്തിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല, നഗരസഭാ കൗൺസിലർമാർ, വിവിധ അസോസിയേഷനുകളുടെ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.
തെക്കേക്കര ചുനക്കര ഗ്രാമപഞ്ചായത്തുകളിൽ കുറുക്കന്റെ ആക്രമണം ഉണ്ടാവുന്നത് സംബന്ധിച്ച് റാന്നി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ വനപാലകരെ വിവരം ധരിപ്പിച്ചതായി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ എൻ മോഹൻകുമാർ അറിയിച്ചു. നടപടികൾ സ്വീകരിക്കാമെന്ന് വനപാലകർ ഉറപ്പു നൽകിയതായും പ്രസിഡന്റ് പറഞ്ഞു. തെക്കേക്കര ചുനക്കര ഗ്രാമപഞ്ചായത്തുകളിൽ കുറുക്കന്റെ ആക്രമണം ഉണ്ടാവുന്നത് സംബന്ധിച്ച് റാന്നി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ വനപാലകരെ വിവരം ധരിപ്പിച്ചതായി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ എൻ മോഹൻകുമാർ പറഞ്ഞു. തെക്കേക്കര ചുനക്കര പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മേപ്പള്ളി ഭാഗത്ത് കുറുക്കൻ്റെ കാടൻ ഇവിടെ വിളിക്കും വലിയ ശല്യമാണ്. രണ്ടുപേരെ ഇപ്പം കാടൻ ആക്രമിച്ചിട്ടുണ്ട്. 64 വയസ്സുള്ള ശശിധരൻ, അദ്ദേഹത്തിന് 38 കടികളാണ് ഏറ്റിട്ടുള്ളത്. കടിയേറ്റ് വീണുപോയി, അവിടെ ഇട്ട് കടിക്കുകയായിരുന്നു. തെക്കേക്കര പഞ്ചായത്തിലെ ലക്ഷ്മി 68 വയസ്സുള്ള സ്ത്രീയാണ്, അവരും ആക്രമിക്കപ്പെട്ടു. ശശിധരൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി, തുടർ ചികിത്സ ആവശ്യമാണ്. ലക്ഷ്മി മാവേലിക്കരയും വർത്തിയാട് CHCയിലും ചികിത്സ തേടിയിട്ടുണ്ട്. രണ്ടുപേർക്കും തുടർ ചികിത്സ വേണ്ടി വരും. റാന്നി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. കുറുക്കന്റെ ആക്രമണം തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് വനപാലകർ ഉറപ്പു നൽകിയതായി പ്രസിഡന്റ് അറിയിച്ചു. കൂടുകളുമായി എത്തി കുറുക്കനെ പിടികൂടുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം കുറുക്കന്റെ ആക്രമണത്തിൽ ഇവിടെ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. CDN ന്യൂസ്, ചാരിമൂട്. കായംകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തും. സെപ്റ്റംബർ 5-ന് കായംകുളത്തെ വിവിധ മേഖലകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആഘോഷ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കായംകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തും. ഈ വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി വിപുലമായ ആഘോഷങ്ങളോടുകൂടി നടത്തുവാനാണ് പ്രസ് ക്ലബിന്റെ തീരുമാനം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിലെ ഒട്ടനവധി പ്രഗത്ഭരായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വർഷം പ്രസ് ക്ലബ്ബ് ഓണാഘോഷ പരിപാടികൾ നടത്തുന്നത്. സെപ്റ്റംബർ 5-ന് കായംകുളത്തെ വിവിധ മേഖലകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കുമെന്ന് പ്രസ് ക്ലബ് സെക്രട്ടറി AM സത്താർ, പ്രസിഡന്റ് G ഹരികുമാർ എന്നിവർ പറഞ്ഞു. ഒരു നല്ല ആഘോഷമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് പ്രസ് ക്ലബ്ബ് നടത്തിവരുന്നത്. കായംകുളം പ്രസ് ക്ലബിൻ്റെ 2022 ഓണാഘോഷ പരിപാടികൾ അംഗങ്ങളായ സാമുൽ ഡേവിഡ്, വാഹിദ് കുട്ടേത്, സാജൻ ഫിലിപ്പ്, BM ഇർഷാദ്, അജിത് കുമാർ, അൻസമാൻ, സുരേഷ് ബാബു, സജീർ കുന്നുകണ്ടം, സതീഷ് കുമാർ, ബദർ കേരള, താജുദ്ദീൻ ഇല്ലിക്കുളം എന്നിവർ ഇത് സംബന്ധിച്ച യോഗത്തിൽ പങ്കെടുത്തു. CDN ന്യൂസ്, കായംകുളം. ചെട്ടികുളങ്ങര കണ്ണമംഗലം ഗവൺമെന്റ് UPS സ്കൂളിൽ ഓണസദ്യ സംഘടിപ്പിച്ചു. അധ്യാപകരുടെയും സ്കൂൾ SMCയുടെയും രക്ഷകർത്താക്കളുടെയും നേതൃത്വത്തിലാണ് ഓണസദ്യ ഒരുക്കിയത്. ചെട്ടികുളങ്ങര കണ്ണമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ ഓണസദ്യ സംഘടിപ്പിച്ചു. അധ്യാപകരുടെയും സ്കൂൾ SMCയുടെയും രക്ഷകർത്താക്കളുടെയും നേതൃത്വത്തിലാണ് ഓണസദ്യ ഒരുക്കിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. ഹെഡ്മിസ്റ്റർ ശ്രീജ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഭാമിനി ദാസ്, SMC ചെയർമാൻ രാധാകൃഷ്ണപിള്ള, വാർഡ് മെമ്പർ ശ്രീകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CDN ന്യൂസ്, ചെട്ടികുളങ്ങര. പുതിയവിള വടക്ക് 289 നമ്പർ SNDP ശാഖായോഗത്തിന്റെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ 15ാമത് പ്രതിഷ്ഠാ വാർഷികം, വിദ്യാഭ്യാസ അവാർഡ് ദാനം എന്നിവ നടത്തി. കായംകുളം യൂണിയൻ സെക്രട്ടറി P പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് B ചന്ദ്രദാസ് അവാർഡ് ദാനം നിർവഹിച്ചു. പുതിയവിള വടക്ക് 289 നമ്പർ SNDP ശാഖായോഗത്തിന്റെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ 15ാമത് പ്രതിഷ്ഠാ വാർഷികവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്.
പതാകയുയർത്തൽ ശാഖായോഗം പ്രസിഡന്റ് ബി സുരേഷ് കുമാർ നിർവഹിച്ചു. തുടർന്ന് കലശപൂജ, കലശാഭിഷേകം, ഗുരുപൂജ, ഗുരുപുഷ്പാഞ്ജലി, പ്രാർത്ഥന എന്നിവ നടന്നു. കുരുക്ഷേത്ര വാർഷിക സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും SNDP കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു. ശാഖായോഗം പ്രസിഡന്റ് സുരേഷ് കുമാർ പി അധ്യക്ഷത വഹിച്ചു. ശാഖായോഗം സെക്രട്ടറി KS ബെന്നി സ്വാഗതം പറഞ്ഞു. SNDP കായംകുളം യൂണിയൻ പ്രസിഡന്റ് ബി ചന്ദ്രദാസ് SSLC +2 അവാർഡ് ദാനം നിർവഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ, യൂണിയൻ കൗൺസിലർ വിഷ്ണു പ്രസാദ്, യൂണിയൻ അംഗം C ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. ശാഖായോഗം സെക്രട്ടറി ഇൻചാർജ് S ബിനീഷ് കൃതജ്ഞത രേഖപ്പെടുത്തി. ശാഖായോഗത്തിലെ സെക്രട്ടറി ഇൻചാർജ് ശ്രീ ദിനേശ്, 282 ശാഖായോഗത്തിന്റെ ശ്രീ വിദ്യാർത്ഥികളും പ്രിയമുള്ള വനിതാ സംഘം ശാഖായോഗം ഭാഗമായിരുന്നു. ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ഐശ്വര്യ SN നഗർ പുതിയവിളയുടെ നേതൃത്വത്തിൽ തിരുവാതിരയും അരങ്ങേറി. ദീപക്കാഴ്ചയോടുകൂടി ദീപാരാധനയും നടന്നു. CD നെറ്റ് ന്യൂസ് കായംകുളം. SNDP ചേപ്പാട് യൂണിയന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ കരനെൽകൃഷിയിൽ 100 മേനി വിളവ് ലഭിച്ചു. ചേപ്പാട് യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഹരിതഗീതം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ കരനെൽകൃഷിയിലാണ് 100 മേനി വിളവ് ലഭിച്ചത്. കൊയ്ത്തുത്സവം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു. SNDP ചേപ്പാട് യൂണിയന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ കരനെൽ കൃഷിയിൽ 100 മേനി വിളവ് ലഭിച്ചു. ചേപ്പാട് യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഹരിതഗീതം പദ്ധതിയുടെ ഭാഗമായാണ് കരനെൽ കൃഷി നടത്തിയത്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ ചേപ്പാട് യൂണിയന്റെ 1.5 ഏക്കറോളം വരുന്ന പുരയിടത്തിലാണ് കരനെൽ കൃഷി ഇറക്കി മികച്ച വിളവ് കൊയ്തത്. 95 ദിനം കൊണ്ട് മൂപ്പെത്തുന്ന ഭാഗ്യ ഇനത്തിലുള്ള വിത്താണ് വിതച്ചത്. കതിർമണികൾ നിറഞ്ഞ പാടത്ത് നടന്ന കൊയ്ത്തുത്സവം യൂണിയന്റെ നേതൃത്വത്തിൽ ആഘോഷമായാണ് സംഘടിപ്പിച്ചത്. കൊയ്ത്തുത്സവം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വളരെ സന്തോഷമാണ്. ഇത്രയും കൂടുതൽ നെൽകൃഷി യഥാർത്ഥത്തിൽ എല്ലാ വാർഡുകളിലും നെൽകൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും കൂടുതൽ സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നത് ഈ SNDP യൂണിയന്റെ ഭാരവാഹികൾ തന്നെയാണ്. അപ്പോൾ അവരെ ഞാൻ പ്രത്യേകം ഈ വേദിയിൽ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതൽ നെൽകൃഷിയായാലും അതുപോലുള്ള കാർഷികോൽപ്പന്നങ്ങളായാലും കൂടുതൽ കൃഷി ചെയ്യണമെന്നും കൂടെ ഞാൻ ഈ വേളയിൽ നിങ്ങളോട് പറയുകയാണ്. അതിനെന്തെങ്കിലും സഹായങ്ങൾ എന്നെക്കൊണ്ട് ഒക്കുന്നതാണെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഈ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ കൊയ്ത്തുത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ചേപ്പാട് യൂണിയൻ പ്രസിഡന്റ് സലികുമാർ അധ്യക്ഷത വഹിച്ചു. കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് SNDP യോഗം ചേപ്പാട് യൂണിയന് സ്വന്തമായിട്ടുള്ള ഏകദേശം 1.5 ഏക്കറോളം വരുന്ന ഈ പ്രദേശത്ത് ഈ നെൽകൃഷി നെൽകൃഷിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അത് നല്ല നിലയിൽ അതിന്റെ വിളവ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. സെക്രട്ടറി N അശോകൻ സ്വാഗതം പറഞ്ഞു. യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ MK ശ്രീനിവാസൻ, ധർമ്മരാജൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് കാശിനാഥ്, കൗൺസിലർമാരായ തൃക്കുന്നപ്പുഴ പ്രസന്നൻ, ജയറാം, അനിൽകുമാർ, അഡ്വക്കേറ്റ് ചന്ദ്രബാബു, ബിജു പത്തിയൂർ, മുൻ കൗൺസിലർ സോമനാഥൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ജിതിൻ ചന്ദ്രൻ, സെക്രട്ടറി നിതിൻ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം.
കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിൽ മ്യൂസിക് റൂമിന്റെ ഉദ്ഘാടനം നടന്നു. സംഗീത പ്രതിഭകളായ വിദ്യാർത്ഥികളുടെ പ്രത്യേക സംഗീത പഠനത്തിനായാണ് മ്യൂസിക് റൂം സജ്ജമാക്കിയത്. മ്യൂസിക് റൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ നിർവഹിച്ചു. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ മ്യൂസിക് റൂമിന്റെ ഉദ്ഘാടനം നടന്നു. സംഗീത പ്രതിഭകളായ വിദ്യാർത്ഥികളുടെ പ്രത്യേക സംഗീത പഠനത്തിനായാണ് മ്യൂസിക് റൂം സജ്ജമാക്കിയത്. സംഗീത പഠനത്തിനും വിവിധ ഉപകരണ സംഗീതങ്ങളുടെ പഠനത്തിനുമുള്ള സജ്ജീകരണങ്ങൾ മ്യൂസിക് റൂമിലുണ്ട്. ഗിത്താർ, മൃദംഗം, തബല, വയലിൻ, വീണ, ഗഞ്ചിറ, കൈമണി, കീബോർഡ് തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മ്യൂസിക് റൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ നിർവഹിച്ചു. ഒപ്പം കുട്ടികൾക്ക് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു. गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः. तस्मै श्री गुरवे नमः. ओम शांति शांति शांति. सा സംഗീതം ഉൾപ്പെടെയുള്ള എല്ലാത്തരം കഴിവുകളും വരദാനമാണെന്നും അത് വളരെ ഗുരുത്വത്തോടെയും കൃത്യമായ സാധനയോടെയും പരിപോഷിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ സംഗീതത്തെ സ്നേഹിക്കുക, സംഗീതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, സംഗീതമായി ബന്ധപ്പെട്ട കുട്ടികൾ ആർക്കെങ്കിലും ഇങ്ങനെ ജ്ഞാനം, ഈ ടാലൻ്റ് ഉണ്ടെങ്കിൽ അവർക്കൊരു വേദി ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് പഠനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുക, പഠിപ്പിക്കുക എന്നുള്ള ഒരു മാനേജ്മെൻറ്റ് ഒരു സ്കൂളിൻ്റെ ആരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടാണ് എനിക്കറിയില്ല. അത് തന്നെ വലിയ പ്രത്യേകതയാണ് ഈ സ്കൂളിനെ സംബന്ധിച്ച്. ഞാൻ പുറത്തുനിന്ന് ഇപ്പോൾ കായംകുളത്തുനിന്ന് 4-5 കിലോമീറ്റർ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ആ വഴിയും ആ പരിസരത്തൊക്കെ സഞ്ചരിച്ച് വന്നാലും ഇവിടേക്ക് വന്നൊരു പ്രത്യേക എനർജി, ഒരു പോസിറ്റീവ് എനർജി ഈ പരിസരത്തേക്ക് വന്നപ്പോൾ ഉണ്ടായി. മതിൽക്കകത്ത് കിടന്നപ്പോൾ തികച്ചും അത് ബോധ്യപ്പെട്ടു. കാരണം അത്ര ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന ഒരു ഇടമായിട്ട് മാറിയത്. അപ്പോൾ അതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഒരേപോലെ വരും, കിട്ടുന്ന ഉറപ്പാണ്. എന്തായാലും ഇങ്ങനൊരു തീരുമാനം ആര് കൈക്കൊണ്ടാലും ആര് തീരുമാനിച്ചാലും അത് വളരെ ഐശ്വര്യപ്രദമായ കാര്യമാണ്. അമ്മയുടെ അനുഗ്രഹം, സരസ്വതി ദേവിയുടെ കടാക്ഷം, ഗുരുവായൂരപ്പൻ്റെയും സർവ്വ ഈശ്വരന്മാരുടെയും എല്ലാ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇത് തുടർന്ന് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാനും എല്ലാവർക്കും ഇത് മനസ്സിലാക്കി ഞങ്ങൾക്കും വേണം ഇങ്ങനെ തോന്നാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സംഗീതത്തിൻ്റെയും മറ്റ് കലകളുടെയും വിവിധ വശങ്ങൾ അഭ്യസിപ്പിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ആവുന്നത്ര അവസരം നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. സ്കൂൾ ചെയർമാൻ സി ഷാജി, വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ്, ട്രഷറർ ജോസ് ജോർജ്, പ്രിൻസിപ്പൽ ലീന ശങ്കർ, ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ, ഡയറക്ടർ CS നാരായണൻ എന്നിവർ പങ്കെടുത്തു. CDN ന്യൂസ്, കായംകുളം. ഏവൂർ മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇനി മുതൽ എല്ലാ മാസത്തിലും ഒരു ദിവസം കൂത്ത്, കൂടിയാട്ടം എന്നിവ നടക്കും. 1 നൂറ്റാണ്ട് മുമ്പ് വർഷത്തിൽ 10 ദിവസം തുടർച്ചയായി കൂത്ത് നടന്നിരുന്ന ക്ഷേത്രമാണ് ഏവൂർ മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. 1 നൂറ്റാണ്ട് മുമ്പ് വർഷത്തിൽ 10 ദിവസം തുടർച്ചയായി കൂത്ത് നടന്നിരുന്ന ഏവൂർ മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ
പിന്നീട് അത് നിലച്ചു പോയിരുന്ന സാഹചര്യത്തിൽ ഇനി മുതൽ എല്ലാ മാസത്തിലും ഒരു ദിവസം കൂത്ത്, കൂടിയാട്ടം എന്നിവ നടത്തുമെന്ന് അനുഷ്ഠാനം ക്ഷേത്ര കലാ പുനരുദ്ധാരണ സമിതി ഭാരവാഹികൾ ക്ഷേത്രത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടു കൂടി കൂത്ത്, കൂടിയാട്ടം പരിപാടികൾ പ്രതിമാസമായിട്ട് നടത്താൻ പോവുകയാണ്. നാളെ ശനിയാഴ്ച ഏവൂരിലെ കൂട്ടുപുരയിൽ വെച്ച് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഫോക്ലോർ അക്കാദമി ചെയർമാൻ ശ്രീ OS ഉണ്ണികൃഷ്ണൻ അവർ നിർവഹിക്കുന്നു. തുടർന്ന് നങ്ങ്യാർ കൂത്തുമാണ് ആദ്യ മാസ പരിപാടിയായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സംഗീത നാടക അക്കാദമി കേരളത്തിൽ 4 കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരം, കോഴിക്കോട്, തൃപ്പൂണിത്തറ, ഹരിപ്പാട് എന്നിവിടങ്ങളിൽ കൂടിയാട്ടം, കൂത്ത് പരിപാടികൾ നടത്തി വരികയാണ്. ഹരിപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നമുക്ക് ഏവൂർ ക്ഷേത്രത്തിലേക്ക് നടന്നിരിക്കുന്നത്. ഹരിപ്പാട് കൂത്തമ്പലത്തിൻ്റെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ അവിടെ നടക്കുന്നത് കൊണ്ട് ഏവൂരിലേക്ക് അത് തുടർന്ന് ഏവൂരിലാണ് പരിപാടി നടക്കുന്നത്. പ്രതിമാസം ഓരോ മാസവും നങ്ങ്യാർ കൂത്ത്, കൂടിയാട്ടം, മിഴാവ്, തായമ്പുക എന്നീ ഇനങ്ങൾ ഇവിടെ ഉണ്ടാകും ഇനിയുള്ള കാലഘട്ടം. കേന്ദ്ര സംഗീത നാടക അക്കാദമി കൂടിയാട്ട കേന്ദ്രവും രംഗധ്വനി കൂടിയാട്ട കേന്ദ്രവുമാണ് ഇതിൻ്റെ മുഖ്യ സംഘാടകർ. അതോടൊപ്പം തന്നെ ഏവൂരിൽ ഇതിൻ്റെ പ്രാദേശിക സംഘാടനം നിർവഹിക്കുന്നത് അനുഷ്ഠാനം ശങ്കരരാമയ്യ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതിയാണ്. ക്ഷേത്രകലകളുടെ പുനരുദ്ധാരണത്തിനും പുനരുജ്ജീവനത്തിനുമായി 1997 രൂപീകൃതമായ അനുഷ്ഠാനത്തിന് ഇതൊരു പൊൻതൂവലാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. ഏവൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടിയാട്ടവും കൂത്ത് വിശേഷിച്ച കൂത്ത് ഇവിടെ ഒരു പതിവായിരുന്നു. ഉത്സവകാലങ്ങളിൽ 10 ദിവസം കൂത്ത് നടന്നിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇതിന് തെളിവായിട്ട് ഈ ക്ഷേത്രത്തിന് തെക്കുവശത്ത് 7 പുര മാളിക ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. ആ 7 പുര മാളിക നാമാവശേഷമായി ഇന്നവിടെ ഇല്ല. ആ 7 പുര മാളികയിലായിരുന്നു കൂത്ത്, പാടകം, സപ്താഹം എന്നിവ നടന്നു വന്നിരുന്നത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഭൂമിക്കടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ദേവസ്വം ബോർഡിൻ്റെ അടുക്കൽ പല പ്രാവശ്യം നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് ആ 7 പുര മാളിക പുനർനിർമ്മിക്കുന്നതിന് ആവശ്യത്തിലേക്ക്. ആയതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം കൂത്ത് നടത്തുന്നത് ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ഊട്ടുപുരയിലാണ്. വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഊട്ടുപുരയാണത്. ആലുമുട്ടിൽ ശേഖരൻ ചാന്നാർ അവറുകൾ പണി കഴിപ്പിച്ച് ക്ഷേത്രത്തിന് നൽകിയ ആ ഊട്ടുപുര വെച്ച് തന്നെ ഇത് നടത്തുന്നതിൽ അനുഷ്ഠാനത്തിന് അതിയായ അഭിമാനം തന്നെ ഉണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ കൂടിയാട്ട കേന്ദ്രവും ഹരിപ്പാട് രംഗധ്വനി കൂടിയാട്ട കലാകേന്ദ്രവും ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകല പുനരുദ്ധാരണ സമിതിയും ഇതിൽ സഹകരിക്കുന്നുണ്ട്. 27-ന് വൈകിട്ട് 5 മണിക്ക് ക്ഷേത്ര കലാവേദിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അനുഷ്ഠാനം ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതി പ്രസിഡന്റ് പ്രൊഫസർ KR ജയകുമാർ അധ്യക്ഷത വഹിക്കും. PP ചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറയും. കേന്ദ്ര സംഗീത നാടക അക്കാദമി കൂടിയാട്ട കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കണ്ണൻ പരമേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹരിപ്പാട് ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജശ്രീ ഗണേശ് ആദര സമർപ്പണം നടത്തും. തുടർന്ന് വൈകിട്ട് 6:45-ന് കലാമണ്ഡലം അമൃത നയിക്കുന്ന ശ്രീകൃഷ്ണചരിതം, ദുർഗാവതാരം, നങ്ങ്യാർകൂത്ത് ക്ഷേത്ര ഊട്ടുപുരയിൽ നടക്കും. അനുഷ്ഠാനം ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് പ്രൊഫസർ KR ജയകുമാർ, H ചന്ദ്രസേനൻ നായർ, P വിശ്വനാഥൻ, V സോമൻ നായർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. ഭഗവതിപ്പടി മല്ലിക്കാട്ട് കടവ് റോഡിലെ വൻ കുഴികൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. കോടികൾ മുടക്കി ഭഗവതിപ്പടി മല്ലിക്കാട്ട് കടവ് റോഡിൽ MLA അഡ്വക്കേറ്റ് U പ്രതിഭയുടെ ഇടപെടലിൽ നവീകരിച്ചെങ്കിലും പ്രധാന പാതയായ പാലത്തിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലും വർഷങ്ങൾ പഴക്കമുള്ള കോൺക്രീറ്റ് പാലത്തിലും നിറയെ വലുതും ചെറുതുമായ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഭഗവതിപ്പടി മല്ലിക്കാട്ട് കടവ് റോഡിലെ പത്തിയൂർ പാലത്തിന്റെ ഭാഗത്തും കിഴക്കും പടിഞ്ഞാറും വശങ്ങളിലും വൻകുഴികൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കോടികൾ മുടക്കി ഭഗവതിപ്പടി മല്ലിക്കാട് കടവ് റോഡ് MLA അഡ്വക്കേറ്റ് U പ്രതിഭയുടെ ഇടപെടലിൽ നവീകരിച്ചെങ്കിലും പ്രധാന പാതയായ പാലത്തിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലും വർഷങ്ങൾ പഴക്കമുള്ള കോൺക്രീറ്റ് പാലത്തിലും നിറയെ വലുതും ചെറുതുമായ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. മഴക്കാലത്ത് ഇവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം കുഴിയുണ്ടെന്ന് അറിയാതെ ഇരുചക്ര വാഹന യാത്രികർ നിത്യേന അപകടത്തിൽപ്പെടുന്നുണ്ട്.
പ്രദേശവാസിയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തിയൂർ യൂണിറ്റ് ഭാരവാഹിയുമായ ഗോപാലകൃഷ്ണപിള്ള ഇക്കാര്യം വ്യക്തമാക്കുന്നു. കിഴക്കും പടിഞ്ഞാറും അഗാധമായ കുഴികളും ഗർത്തങ്ങളും കാരണം മഴക്കാലത്തും മഴയില്ലാത്ത കാലത്തും സഞ്ചരിക്കാൻ കണ്ട ബുദ്ധിമുട്ടും ഒരുപാട് അപകടങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ആ അപകടം നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലെ സഹായമായിട്ട് കച്ചവടക്കാർ അതിലേക്ക് ഒരുപാട് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ കുഴികളെ അടച്ച് ഈ രണ്ട് ഭാഗത്തെ അത്രയും ഒരു പണി അടച്ച് റെഡിയാക്കി വേണ്ടി പ്രവർത്തിക്കും. അത് മുൻകൈയെടുത്ത് പത്തിയൂർ KSSB പത്തിയൂർ കിഴക്ക് യൂണിറ്റ് എത്രയും വേഗം ഈ ഭാഗത്തെ കുഴികൾ നികത്തുകയും റോഡ് ടാർ ചെയ്യുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ, ആശുപത്രി, ക്ഷേത്രം, വില്ലേജ് ഓഫീസ്, മസ്ജിദ്, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കും ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര എന്നിവിടങ്ങളിലേക്കും പോകുന്നതിന് യാത്രക്കാർ ഈ റോഡിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. എത്രയും വേഗം റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ല എങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. CD Net ന്യൂസ്, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്കിലെ തട്ടിപ്പ്. നീതി ലഭിക്കാഞ്ഞതിൽ പ്രതിഷേധിച്ചും നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടും നിക്ഷേപകർ മാർച്ചും ധർണയും നടത്തി. ദേവസ്വം ബോർഡ്, ബിവറേജസ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തു. 2 പേരെ മാവേലിക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കായംകുളം നഗരം നിരീക്ഷണത്തിലേക്ക്. ആധുനിക CCTV ക്യാമറകൾ സ്ഥാപിച്ച് പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നു. തെക്കേക്കര, ചുനക്കര ഗ്രാമപഞ്ചായത്തുകളിലെ കുറുക്കന്റെ ആക്രമണം. വനപാലകരുടെ സഹായം തേടിയെന്ന് തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.